അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, സ്വയം വിവേകം കാണിക്കുക എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രധാനമാണ്. പ്രത്യേകിച്ച് വലിയ പദവികളിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ മര്യാദയും ഒക്കെ പുലർത്തേണ്ടതുണ്ട്, ഒരു പക്വത കാണിക്കേണ്ടതുണ്ട്. താങ്കൾ എങ്ങനെയാണ്, BJP എങ്ങനെയാണ് ഇന്ന് ഈ നിലമേൽ ഗവർണർ നടത്തിയ പ്രകടനത്തെ വിലയിരുത്തുന്നത്? ബഹുമാനപ്പെട്ട നീലിമ, ഗവർണർക്കെതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, മാസങ്ങളായി ഒരു വിഭാഗം വിദ്യാർത്ഥികളും സംഘടനകളും നിരന്തരമായി പ്രതിഷേധവും പ്രക്ഷോഭവുമായി രംഗത്ത് വരികയാണ്. എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം? കഴിഞ്ഞ ഏതാണ്ടൊരു ഒരു വർഷത്തിലേറെയായി നിരന്തരമായി സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവകലാശാലകളിലെ നിയമനങ്ങൾക്കെതിരെ ഗവർണർ നടത്തുന്ന നടപടികൾ, വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾക്കെതിരെ ഗവർണർ എടുത്തിട്ടുള്ള നടപടികൾ, ചില ഇഷ്ടക്കാരെയും സ്വന്തക്കാരെയും നിയമിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഗവർണർ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, ഇതെല്ലാം ആയിരിക്കാം ഒരുപക്ഷെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം. അദ്ദേഹത്തിനെതിരെ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതായിരിക്കാം. പക്ഷെ എന്തായാലും അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഒരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് ഭരണ സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, യുവജന വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അത് SFI ആണെങ്കിലും DYFI ആണെങ്കിലും അവരെല്ലാം നിരന്തരമായി പ്രക്ഷോഭവുമായി രംഗത്ത് വരികയാണ്. ഈ തരത്തിൽ നേരത്തെയും കേരളത്തിൽ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒറ്റ ഉദാഹരണം മാത്രമാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെതിരായി നേരത്തെ SFI ഈ തരത്തിൽ അദ്ദേഹത്തിന്റെ അറബിക്കടലിൽ അദ്ദേഹത്തിന്റെ കോലമൊഴുക്കുന്നതടക്കമുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒരു കാലഘട്ടത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ വിഭാഗം ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളോ നടപടികളോ ഉണ്ടായില്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്കെതിരായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുക, അവർക്കെതിരായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു സംഘടനാപരമായിട്ടുള്ള രീതിയാണ്. അതിനെ നമുക്ക് തെറ്റൊന്നും പറയാൻ വേണ്ടി കഴിയില്ല. അത് അവരുടെ രീതിയുടെ ഭാഗമാണ്. ഇപ്പൊ ഇന്നെന്താ സംഭവിച്ചിട്ടുള്ളത്? ഗവർണറുടെ അവകാശമാണോ ലംഘിക്കപ്പെട്ടിട്ടുള്ളത്, അതോ ഏതെങ്കിലും സംഘടനയുടെ അവകാശമാണോ ലംഘിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. പോലീസിന്റെ ഗവർണർക്ക് സുരക്ഷ ഒരുക്കേണ്ട പോലീസിന്റെ മുൻപിൽ വെച്ച് വിദ്യാർത്ഥികൾ ഒരു വിഭാഗം കൂട്ടം കൂടി, ഏതാണ്ട് 40-50ഓളം വരുന്ന വിദ്യാർത്ഥികൾ കൂട്ടം കൂടി ഗവർണർക്കെതിരായി ബാനർ ഉയർത്തി പോലീസ് സംരക്ഷണയിൽ ഗവർണറെ തടയാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളെല്ലാം കാണുന്ന കാഴ്ച അതാണ്. വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അതാണ്. പോലീസുകാരുടെ സംരക്ഷണയോടുകൂടി പ്രക്ഷോഭത്തിന് വന്നിട്ടുള്ള ആളുകൾ എല്ലാം നിൽക്കുകയാണ് റോഡരികിൽ. അങ്ങനെ നിൽക്കുന്ന ആളുകൾ ഗവർണറുടെ വാഹനം വരുമ്പോൾ അദ്ദേഹത്തെ തടയാനും അദ്ദേഹത്തെ നേരെ പാഞ്ഞെടുക്കാനും വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം, അദ്ദേഹത്തിന്റെ താങ്കൾ പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായാണ് നിലമേൽ നടന്ന സംഭവങ്ങൾ എന്നത് നമ്മുടെ മുന്നിൽ ദൃശ്യങ്ങളുണ്ട്. അതായത് റോഡരികിൽ നിന്ന് SFI പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്, ബാനർ ഉയർത്തിയിട്ടുണ്ട്, വാഹനം ആക്രമിക്കുന്നു, വാഹനത്തിന് മേൽ ഇടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഗവർണർ ഈ വിദ്യാർത്ഥികൾ നിൽക്കുന്നതിനും എത്രയോ മുൻപ് ആ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഈ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് വരുന്നത്. ആ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി അതെല്ലാം കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഗവർണർ ഇന്ന് ഈ വിഷയത്തിൽ കൃത്യമായി നുണ പറയുകയായിരുന്നു എന്നാണ് ഉയരുന്ന വിമർശനം. ഇത്തരത്തിൽ ഗവർണറുടെ കാറിനിടിക്കുന്ന ഒരു സംഭവവും ഉണ്ടായിട്ടില്ല, ഒരു കയ്യേറ്റവും ഉണ്ടായിട്ടില്ല. പ്രതിഷേധിച്ചവർ നിൽക്കുന്നതിനും എത്രയോ ദൂരെയാണ് ഗവർണർ വണ്ടി നിർത്തി ഇറങ്ങിയത്. അവിടെ നിന്നല്ലേ ഈ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഗവർണർ പാഞ്ഞെടുക്കുന്നത്, പോലീസിനെ ചോദ്യം ചെയ്യുന്നത്, പിന്നീട് അവിടെ കുത്തിയിരിക്കുന്നത്. കൃത്യമായി ഒരു നാടകമല്ലേ വളരെ കൃത്യമായി അവിടെ കാണാൻ കഴിഞ്ഞത്. ഈ ഗവർണറെ ആക്രമിച്ചു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ? നീലിമ അതിനെ നാടകം എന്ന് പറയുമ്പോൾ നാടകമാണ് എന്ന് കണക്കാക്കിയാൽ അതിനൊരു സംവിധായകനും ഒരു തിരക്കഥാകൃത്തും ഒക്കെ വേണമല്ലോ ഈ നടപടികളിൽ. അപ്പൊ ഗവർണർ ഈ നടപടിയുടെ ഭാഗമായി സംവിധായകനും തിരക്കഥാകൃത്തും എല്ലാം അണിയറയിൽ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ വളരെ കൃത്യമായ കേന്ദ്ര സർക്കാരുമായി നിരന്തര ബന്ധം രാജ്ഭവന്റെ മുന്നിൽ നിന്ന് വരുന്നു. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ, അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരാനാണ്. ഇടുക്കിയിലെ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് LDF ഒരു പ്രതിഷേധം നടത്തിയല്ലോ. അവിടെ ഹർത്താൽ ആചരിക്കുന്ന ഒരു സംഭവം ഉണ്ടായല്ലോ. അവിടേക്ക് പ്രകോപനം സൃഷ്ടിക്കാൻ എന്ന രീതിയിൽ ഗവർണർ അവിടെ ഏതോ ഒരു സംഘടനയുടെ ചെറിയൊരു പരിപാടിക്ക് അദ്ദേഹം പോകുന്ന ഒരു ഘട്ടമുണ്ടായി. അവിടെയും കൃത്യമായ പ്രതിഷേധം ഗവർണർക്ക് നേരെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് വളരെ കൂളായി ഈ പ്രതിഷേധക്കാർക്ക് നേരെ കൈ കാണിച്ച് മടങ്ങുന്ന ആരിഫ് മുഹമ്മദ് ഖാനെയാണ് നമ്മൾ കണ്ടത്. ഇന്നെന്താണ് അതിൽ നിന്ന് വിഭിന്നമായി നിലമേലുണ്ടായത്? നിലമേലിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ആദ്യം
ഒരു വിദ്യാർത്ഥിയെ പോലീസുകാർ പിടിച്ചുകൊണ്ടു പോകുന്നതാണ് കാണുന്നത്. അപ്പോ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുന്നിലേക്ക് ആ തരത്തിലൊരു പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ടാകാം. അതിനെ സംബന്ധിച്ച് എനിക്ക് കാണുന്ന ദൃശ്യങ്ങൾ മാത്രമേ കാണാൻ വേണ്ടി കഴിയും. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് അല്ല, ഗവർണർ എന്ന് പറയുന്ന സർക്കാരിനെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുകയും ഗവർണറെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ പോലും പറയാത്തൊരു കാര്യമാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. അല്ല, ഞാൻ എന്റെ മുന്നിൽ കാണുന്ന നിങ്ങളുടെ ചാനലിൽ കാണിക്കുന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ വിവരങ്ങൾ പറയുന്നത്. ഇനി അതിൽ ഏതെങ്കിലും ഒരാളെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നും എന്നെ സംബന്ധിച്ചില്ല. ഇനി അതല്ലെങ്കിൽ തന്നെ ബഹുമാനപ്പെട്ട ഗവർണറുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയാനും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനും ജനാധിപത്യപരമായി നേരത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 14 എന്ന് പറയുന്നത് മൗലികാവകാശത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ? അത് ഗവർണറെ സംബന്ധിച്ചും അങ്ങനെ തന്നെയല്ലേ? പിന്നെ ഗവർണറുടെ സുരക്ഷയെ സംബന്ധിച്ച് പോലീസുകാർക്ക് എന്താണ് പണി കേരളത്തിൽ? ഗവർണറുടെ സുരക്ഷ ഒരുക്കേണ്ട ഒരു VIP വരുമ്പോൾ അദ്ദേഹത്തിന് സുഗമമായി യാത്ര ചെയ്യാനുള്ള വഴി ഒരുക്കുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അവർ ആ ഡ്യൂട്ടി ചെയ്യുകയാണ്. അല്ലാതെ അവിടെ നിന്ന് പ്രതിഷേധിക്കുന്ന ആരും തന്നെ ഗവർണറുടെ വാഹനത്തിന് മുന്നിലേക്ക് വരുന്നില്ല. ഈ പ്രതിഷേധം കണ്ടുകൊണ്ട് ഗവർണർ ഏതാണ്ട് എത്രയോ ദൂരം മുമ്പ് വണ്ടി നിർത്തി ഈ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പാഞ്ഞു വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നതല്ലേ? അതിനു മുൻപ് ആ പോലീസുകാരും ആളുകളും എല്ലാം ആ വാഹനത്തിനടുത്തേക്ക് ഓടുന്നതിന്റെ ഒരു ദൃശ്യം നിങ്ങൾ കാണുന്നുണ്ട്. ആ ഓടുന്നത് എന്തുകൊണ്ടാണ്? ഗവർണർ ചാടി ഇറങ്ങുന്നത് കണ്ടുകൊണ്ടാണ് പോലീസ് അവിടേക്ക് ചെല്ലുന്നത്. അല്ല, ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അവിടെ നിന്ന് ഒരു വിദ്യാർത്ഥിയെ പോലീസുകാർ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ കാണുന്നില്ലേ? ഞാൻ അതിന്റെ നിലവിലെ സ്ഥിതി ആരെ പിടിച്ചു എന്നുള്ളതൊന്നും എന്റെ വിഷയമല്ല. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഗവർണർക്കെതിരെ നടക്കുന്ന പ്രതിഷേധത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ള ഒരു കഴമ്പുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് ഈ സർക്കാരിന്റെ സ്പോൺസേഡ് ആയിട്ട് നടക്കുന്ന ഗവർണർക്കെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു ബലപ്രയോഗം ഉണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അടുത്ത നടപടി ഉണ്ടായാൽ അത് ഗവർണർക്കെതിരായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയായി മാറ്റാം എന്ന് ആഗ്രഹിക്കുകയും ആശിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗം മാത്രമാണിത്. അല്ലാതെ ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഒരു നടപടി ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നടപടി ഈ പ്രതിഷേധിക്കാൻ മാത്രം ഗവർണർ ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? പിന്നെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സൂചിപ്പിക്കുന്നത് നിയമസഭയിൽ അദ്ദേഹം എന്തുകൊണ്ട് പ്രസംഗിച്ചില്ല? അതിനൊക്കെയുള്ള കാരണങ്ങൾ നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചിട്ടുള്ള ആ റിപ്പോർട്ടിനകത്തും പ്രമേയത്തിനകത്തും എല്ലാം ഉണ്ടല്ലോ. എന്തുകൊണ്ട് ഗവർണർ അത് ചെയ്തില്ല? അല്ലെങ്കിൽ അങ്ങനെ വായിക്കണമെന്ന് യാതൊരു നിർബന്ധവും അത് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ്. ഗവർണർ ഒരു വരി വായിച്ചാലും അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാലും അത് വായിച്ചതിന് തുല്യം തന്നെയാണ്. അല്ലാതെ അത് മുഴുവൻ തന്നെ വായിക്കണമെന്നും സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ എഴുതി വെച്ചിട്ടുള്ള കേന്ദ്രവിരുദ്ധ നടപടികളും അതുപോലെ തന്നെ രാജ്യവിരുദ്ധ നടപടികളും എല്ലാം ഒരുമിച്ച് വായിക്കണമെന്ന് ആർക്കും നിർബന്ധിക്കാൻ വേണ്ടി കഴിയില്ല. അതൊരു ഭാഗത്ത്. ഇന്ന് ഗവർണർക്കെതിരെ നടന്നിട്ടുള്ള എന്താണ്? നിലമേൽ കോളേജിന്റെ ചരിത്രം അറിയാവുന്നവർക്കറിയാം. എന്താ നിലമേൽ കോളേജിൽ പഴയ കാലത്തുണ്ടായിട്ടുള്ളത്? നിലമേലിൽ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയപരമായ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ള മണ്ണാണ് നിലമേൽ എന്ന് പറയുന്നത്. നിലമേൽ NSS കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും വിദ്യാർത്ഥി സംഘടനകൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദുർഗാദാസ് എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി നേതാവ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.